യേശുക്രിസ്തുവിനും 600 വർഷങ്ങൾക്ക് മുൻപ് ഈ ഇസ്രായേലിനെ ദൈവം ചെയ്തു അല്പമായി 70 വർഷത്തേക്ക് ഒരു ശിക്ഷ എന്ന വണ്ണം അവരെ കൈവിടുകയാണ്, അല്ലെ? ഇസ്രായേലിന് ദൈവം പല നിലകളിൽ കൈവിട്ടിട്ടുണ്ട്, അവരെ യഥാസ്ഥാനപ്പെടുത്തിയിട്ടുമുണ്ട്. കൈവിടുന്ന സാഹചര്യത്തിൽ മറ്റൊരു കൂട്ടത്തെ ശക്തീകരിക്കുന്നതായും കണ്ടിട്ടുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചപ്പോൾ ഇവിടെ അല്പം മുൻപ് വായിച്ചതുപോലെ, ദിനവൃത്താന്തത്തിൽ കണ്ടതുപോലെ, ദൈവം കൂടെ കൂടെ അറിയിച്ച ആ പ്രവാചകന്മാരുടെ വാക്കുകളെയും അവർ തള്ളിക്കളഞ്ഞു എന്ന് കാണിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരെയൊക്കെയും അവർ പരിഹസിച്ചു എന്ന് പറയുന്നത് പോലെ, അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ പറയുന്ന ഇസ്രായേലിന്റെ ആ കൈവിടൽ സംഭവിച്ചത് എന്നുള്ളത് ഇന്ന് ക്രിസ്തീയ ഗോളത്തിന് അധികം പേർക്കും മനസ്സിലാകുന്നില്ല. അവരെ കൈവിട്ടിട്ട് ദൈവം എന്താ ചെയ്തത്? അവിടെയാണ് പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുകയാ. അതുകൊണ്ടാ പറഞ്ഞത്, ഇതെനിക്ക് മനുഷ്യരിൽ നിന്ന് കിട്ടിയതല്ല, മനുഷ്യരെന്നെ പഠിപ്പിച്ചതുമല്ല, എനിക്ക് മുൻപ് അപ്പോസ്തലന്മാരായ 12 പേരുടെ അടുക്കൽ പോയി ഞാൻ പഠിച്ചതുമല്ല, യേശു ക്രിസ്തുവിനാൽ വെളിപ്പെട്ട ഒരു സുവിശേഷമാണ് എന്റെ സുവിശേഷം അനുസരിച്ച് എന്നൊക്കെ പൗലോസ് പറയുമ്പോൾ തനിക്ക് ലഭിച്ച ഈ സുവിശേഷത്തെ കുറിച്ച് സവിസ്തരം 13 ലേഖനങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക.